ഈ വിഷകല അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഇതെന്ത് കുട്ടിക്കളിയാണോ തോന്നിപ്പോകും. കാരണം നിസ്കാരത്തിന് മുമ്പ് വുളു എടുക്കുമ്പോൾ കൈ ആദ്യം കഴുകണോ ചെവി ആദ്യം, ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ് അവർ വിതർക്കങ്ങൾ നടത്തുന്നത്. അത് അഡ്രസ്സ് ചെയ്യാൻ ചിലർക്ക് ഭയമാണ്. കാരണം അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിഷകലയാവുന്നത്. ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതങ്ങ് അവഗണിച്ച് വിട്ടാൽ മതി. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ചാക്ക് കെട്ടിയിട്ടാണെങ്കിലും 2 സ്ത്രീകളെ സന്നിധാനത്ത് കൊണ്ടുപോയി യുവതീ പ്രവേശനം നടത്തി എന്ന അഹങ്കാരത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഞങ്ങൾ എന്തൊക്കെ മറന്നാലും അത് മറക്കില്ല. ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കാൻ പോവുകയാണ്. അത് ഇടതിൻ്റെ ഒരു നയം ഇപ്പോൾ അങ്ങനെയാണ്. വേഷം കെട്ടിയോണ്ട് ആട്ടിൻതോലിട്ടുകൊണ്ട് ചെന്നായ ഒരിക്കലും ആടാവില്ല. ഹിന്ദുക്കളും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ വരണം. ഇവിടെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ഐക്യമില്ല എന്ന് എപ്പോഴെങ്കിലും ടീച്ചറിന് തോന്നിയിട്ടുണ്ടോ? കാരണം മതവും പ്രണയവും തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. പ്രണയിക്കുന്നവർക്ക് കണ്ണു മൂക്കൂല്ല എന്നാ പറയുക. കാരണം അപ്പം ഒന്നും തിരിച്ച് യാഥാർത്ഥ്യ ബോധം അംഗീകരിക്കാതെ അവിടെ എങ്ങനെയാണ് മതം കയറി വരുന്നത്? നമസ്കാരം. ഈ വിമർശകരും ആരാധകരും ഒരേ അളവിൽ സോഷ്യൽ മീഡിയയിലുള്ളൊരു നേതാവ്, ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചറാണ് നമുക്കിപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം. നമസ്തേ. ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആരാധകരുമുണ്ട്, അതുപോലെ വിമർശകരുമുണ്ട്. എങ്ങനെയാണ് ഈ 2 വിഭാഗക്കാരെയും കൈകാര്യം ചെയ്യുന്നത്? അല്ല, നമ്മൾ രണ്ടിനെ പറ്റിയും വല്ലാതെ ബേജാറാവാഞ്ഞാൽ മതി. നമുക്ക് പറയാനുള്ളത് സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ എതിർക്കുന്നവർ എതിർക്കും, അനുകൂലിക്കുന്നവർ അനുകൂലിക്കും. അനുകൂലിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എതിർപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി അഭിനയിക്കുകയോ ചെയ്യുമ്പോഴേ നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ സത്യസന്ധമായി മുന്നോട്ട് പോകുക. ബാക്കി എങ്ങനെ എടുക്കും അത് സമാജം തീരുമാനിക്കും. എന്ത് കിട്ടിയാലും ചില ആൾക്കാർ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് വിമർശിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇടയ്ക്ക് പരിശോധിക്കാറുണ്ടോ? സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നതാണ് എൻ്റെ ഊർജ്ജം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് തളർത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, വിമർശനങ്ങൾ ഒരിക്കലും തളർത്തിയിട്ടില്ല. കാരണം മാങ്ങയുള്ള മാവുമ്പിലേ കല്ലെറിയുള്ളൂ. ഞാൻ പറയുന്നത് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതങ്ങ് അവഗണിച്ച് വിട്ടാൽ മതി. അപ്പോൾ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഒരിക്കലും തളർത്തിയിട്ടില്ല, വിഷമവും. ഞാൻ തുറന്ന് ചോദിക്കുകയാണ്, ഈ ശശികല എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ വിഷകല അങ്ങനെയുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് മക്കൾക്കാണെങ്കിലും വിഷമം ഒരു ഘട്ടത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അമ്മ ഇതൊന്നും വേണ്ട ഇനി? ഇല്ല, കാരണം എൻ്റെ മക്കളും സംഘടനാ പ്രവർത്തകരാണ്. അവർ തീർച്ചയായും ഇതിൻ്റെ ആവേശമൊക്കെ ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഇതിനെ അതേ അർത്ഥത്തിൽ തന്നെ അവരെടുക്കും. കാരണം അവർ വിഷകല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ചത് വിഷമാണ്. കാരണം അവരെ വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു അർബുദ കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം കീമോ വിഷമാണ്. കീമോൻ്റെ ഉദ്ദേശം എന്താ? ആ അർബുദ കോശങ്ങൾ ശരീരത്തെ ബാധിക്കാതെ കാക്കുക എന്നുള്ളതാണല്ലോ കീമോയുടെ ഉദ്ദേശം. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വിഷമാണ്. ആ വിഷമില്ലെങ്കിൽ അത് ഒരു പക്ഷേ ആ രോഗിയെ രക്ഷപ്പെടുത്തേണ്ട അമൃതമായിട്ടത് മാറും. ഇല്ലെങ്കിൽ രോഗിക്കായിരിക്കേണ്ട ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഇവിടെ രോഗാതുരമായൊരു സമൂഹത്തിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. കാരണം ചുറ്റുപാടൊന്ന് ആക്രമിക്കപ്പെടുന്നൊരു സമൂഹം. ആ സമൂഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. ഈ ചില ആൾക്കാരെ ബഹുമാനപൂർവ്വം നമ്മൾ ടീച്ചർ എന്നും മാസ്റ്റർ എന്നും ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ശശികല ടീച്ചറിനെ അങ്ങനെ ബഹുമാനത്തോടെയും അത് കൂടാതെ 38 വർഷം കുട്ടികളെ പഠിപ്പിച്ച അധ്യാപികയുമാണ്. നമുക്കൊന്ന് ആദ്യം ആ കാലഘട്ടത്തിലോട്ട് പോകാം. ഈ അധ്യാപന ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? 38 വർഷമാണ് കുട്ടികളെ. 38 ഇല്ല, 37.5 വർഷം, 36 വർഷം. ഞാൻ ഏറ്റവും ആസ്വദിച്ച ഒരു തൊഴിൽ അതാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ചൊരു ഘട്ടം എന്ന് പറയുന്നത് ഞാൻ അധ്യാപികയായി പ്രവർത്തിച്ച കാലഘട്ടമാണ്. കാരണം എനിക്കിഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ അത് തികച്ചും ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ആ ജോലി ചെയ്തത്. ചരിത്രമാണ് പഠിപ്പിച്ചിരുന്നത്. സോഷ്യൽ സ്റ്റഡീസാണ് ബി.എഡ്. ചരിത്രം കേരളത്തിലെ സിലബസ് അനുസരിച്ച് അത് ഒറ്റയ്ക്കല്ലല്ലോ നിൽക്കുന്നത്. എൻ്റെ വിഷയം ഞാൻ പഠിച്ചത് ചരിത്രമാണ്. പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പഠിക്കാത്ത ഭൂമിശാസ്ത്രവും എല്ലാം അതിൻ്റെ കൂടെ പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും വിഷയം ചരിത്രമാണ്. ഈ കുട്ടികളെ പഠിപ്പിച്ചൊരു അധ്യാപികയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നു എന്ന് സോഷ്യൽ മീഡിയ അത്ര കണ്ടാണ് ആക്രമിക്കുന്നത്. ഈ അധ്യാപികയായിരുന്നു, ഒരു അധ്യാപികയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അധ്യാപകർ സത്യം പറയേണ്ടവരല്ലേ? അധ്യാപകരല്ലേ സാമൂഹ്യ മാറ്റത്തിൻ്റെ ചാലകശക്തിയാകേണ്ടത്? ആ അധ്യാപകർ സത്യം പറഞ്ഞില്ലെങ്കിൽ സത്യത്തിൻ്റെ മുഖം തന്നെ വികൃതമായി പോയില്ലേ? അപ്പോൾ അതുകൊണ്ടൊരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമയെ നിർവഹിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞതുപോലെ ടീച്ചർ ഒരു വർഗീയവാദിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും ശശികല ടീച്ചർ ഒരു വർഗീയവാദിയാണോ? അതിപ്പോൾ നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ സാധാരണ കവിഭാവനകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നേരം സന്ധ്യയാകുന്നു, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, അതിനെ എല്ലാവരും ഒരുപോലെ അല്ല നോക്കിക്കാണുക.
ഒരു കവിക്ക് ചിലപ്പോൾ ചില കവിതകളാവും അതിനെപ്പറ്റി വരിക. ഒരു ചിത്രകാരനാണെങ്കിൽ ചിലപ്പോൾ ക്യാൻവാസ് എടുത്ത് വരയ്ക്കും. ഒരു കള്ളൻ എന്താ വിചാരിക്കുക, എനിക്ക് കക്കാൻ ഇറങ്ങാൻ നേരമായി എന്ന്. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണോ അവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുകൊണ്ട് മറ്റൊരു വർഗത്തിന് വേണ്ടി സംസാരിക്കുന്നവൾ എന്ന അർത്ഥത്തിലായിരിക്കാം പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ മറ്റൊരു വർഗത്തെ എതിർത്ത് പറയുന്നു എന്ന് പറയുമ്പോഴും ചില ഈ സാധാരണക്കാർ അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ ഓണത്തിന് ഈ ചുറ്റുമുള്ള അന്യമതസ്ഥരായ ആളുകൾക്ക് ടീച്ചർ സദ്യ വിളമ്പി കൊടുക്കാറുണ്ട്, ആഹാരം കൊടുക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? അതൊരിക്കലും ഒരു വൺ വേ ആയൊരു കൊടുക്കലല്ല. അവർ പെരുന്നാളിന് ഇങ്ങോട്ട് അവരെന്താണോ ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണോ അവർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക, ഞങ്ങൾ എന്താണോ കഴിക്കുക അത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരും. അതൊക്കെ ഞങ്ങൾ കാലങ്ങളായുള്ള ബന്ധമാണ്. ഇതൊന്നും നമ്മൾ വ്യക്തികളെയോ കുടുംബങ്ങളെയോ അല്ല എതിർക്കുന്നത്. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില ആശയങ്ങളിൽ ഊന്നിക്കൊണ്ട് ചിലരുടെ പ്രവർത്തനം, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഒരു മതത്തെയും എതിർക്കുന്നില്ല, മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഒരു ലോകത്തൊരു മതവിഭാഗത്തെയും എതിർക്കുന്നില്ല. മറിച്ച് എൻ്റെ അയൽപ്പക്കക്കാരുമായി എൻ്റെ വിദ്യാർത്ഥികളിൽ 90% മുസ്ലിങ്ങളാണ്. എൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം അവരാണ്. അവരെയൊക്കെ എനിക്ക് അകറ്റാൻ പറ്റുമോ? അവരൊക്കെ എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ചെയ്തിട്ടുണ്ടോ? എന്നെ അവരെ സ്വന്തം പെറ്റമ്മയെ പോലെയൊക്കെ സ്നേഹിച്ചു എന്ന് എനിക്ക് അവരിൽ എന്തെങ്കിലും കളങ്കം കാണാൻ പറ്റും? ഒരിക്കലുമില്ല. നേരെ മറിച്ച് അവരെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരിൽ ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനമോ ഭീകരവാദ പ്രവർത്തനമോ മതം മാറ്റ പ്രവർത്തനമോ നടത്തുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെയാണ് എതിർക്കുന്നത്, പ്രവർത്തനങ്ങളെയാണ് എതിർക്കുന്നത്, നയങ്ങളെയാണ് എതിർക്കുന്നത്, വ്യക്തികളെയല്ല, മതവിശ്വാസത്തെയല്ല, ആചാരത്തെയല്ല. അതായത് ഈ ചുറ്റുമുള്ള അന്യമതസ്ഥരായ ആളുകളെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന, ഈ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ടീച്ചർ. പക്ഷേ ടീച്ചർ അന്യമതസ്ഥരെ വെറുക്കുന്ന ഒരാളാണ് എന്ന് സമൂഹം പറയുമ്പോൾ അല്ല, അത് പറയലല്ലേ, അത് അവർക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ലല്ലോ. ഇപ്പോൾ ജിഹാദിനെ എതിർത്താൽ ഇസ്ലാമിനെ എതിർക്കുകയാണെങ്കിൽ മുസ്ലിമിനെ എതിർക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർക്കേ പ്രശ്നമുള്ളൂ. നമുക്കത് എതിർക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഹിന്ദു തെറ്റ് ചെയ്താൽ എതിർക്കണ്ടേ? ഹിന്ദു ധർമ്മത്തിനോടൊപ്പം നമ്മൾ നിൽക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ചൊരു ഹിന്ദു തെറ്റ് ചെയ്താൽ നമുക്ക് എതിർക്കാതിരിക്കാൻ കഴിയുമോ? പിണറായി വിജയൻ ഹിന്ദു അല്ലേ? വി.ഡി. സതീശൻ ഹിന്ദു അല്ലേ? അപ്പോൾ അത് മതം നോക്കിയാണോ നമ്മൾ എതിർക്കുന്നത്? അതേപോലെ തന്നെ ആളുകളുടെ നയങ്ങളെയും പ്രവൃത്തികളെയുമാണ് എതിർക്കുന്നത്. ഈ മതപരിവർത്തനവും ഈ തീവ്രവാദവും ടീച്ചർ പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. പക്ഷേ എന്നിട്ടും ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ ഇന്നും അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല, ഈ മതപരിവർത്തനവും അതുപോലെ തന്നെ? തീർച്ചയായും മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രണയവും നിലനിൽക്കുന്നുണ്ട്. അതിനെ എതിർത്തേ പറ്റൂ. അതിനെ മറുചോദ്യങ്ങളായിട്ട് വരിക. അപ്പോൾ അതല്ലാത്ത പ്രേമവിവാഹങ്ങൾ പരാജയപ്പെടുന്നില്ലേ? ആത്മഹത്യ ചെയ്യുന്നില്ലേ? പരസ്പരം കൊല്ലുന്നില്ലേ? അപ്പോൾ പിന്നെ എന്താ ഇതിന് മാത്രം ഉണ്ട്? അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതുപോലൊരു രോഗം തന്നെയാണിത്. അപ്പോൾ ഇത് പ്രത്യേകമായി മതത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം മതവും പ്രണയവും തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. പ്രണയിക്കുന്നവർക്ക് കണ്ണു മൂക്കൂല്ല എന്നാണ് പറയുക. കാരണം അപ്പോൾ ഒന്നും തിരിച്ച് യാഥാർത്ഥ്യ ബോധം അംഗീകരിക്കാതെ അവിടെ എങ്ങനെയാണ് മതം കയറി വരുന്നത്? ഈ കുട്ടി ഹിന്ദു ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ് എന്ന് കണ്ടിട്ടല്ലേ പ്രണയിക്കുന്നത്? ഈ കുട്ടി എന്ത് വേഷമാണോ ധരിക്കുന്നത് അത് കണ്ടല്ലേ പ്രണയിക്കുന്നത്? ഈ കുട്ടിയുടെ നെറ്റിയിലെ പൊട്ട് കണ്ടല്ലേ ഇവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പേര് കണ്ടല്ലേ ഇഷ്ടം? ഇതൊക്കെ കഴിഞ്ഞ് പ്രണയം കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റണം എന്ന് പറയുമ്പോൾ അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കൂടി ഹനിക്കലല്ലേ? അത് അഡ്രസ്സ് ചെയ്യാൻ ചിലർക്ക് ഭയമാണ്. കാരണം അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിഷകലയാവുന്നത്. അത് അങ്ങനെ ആയി പോകുമോ എന്ന് ഭയന്ന് സ്വന്തം വീട്ടിൽ അത്തരത്തിലൊരു അപകടം വന്നാൽ പോലും അവരൊക്കെ ഞങ്ങളെ വിളിക്കുകയുള്ളൂ, അവരെ അഡ്രസ്സ് ചെയ്യില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ജീവന് വരെ ഭീഷണി ഉണ്ടായിട്ടില്ല. നമ്മളെന്തായാലും ഇറങ്ങുമ്പോൾ പൂവിരിച്ച പാതയല്ല എന്ന് അറിഞ്ഞു തന്നെ ഇറങ്ങുക. അതിന് ധൈര്യമില്ലാത്തൊരു നീ വഴിക്ക് വരില്ല. അപ്പോൾ നമ്മളൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടവരല്ലേ എല്ലാവരും. അത് മരണഭയം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫുഡ് പോയ്സൺ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? വണ്ടികൾക്ക് ആക്സിഡൻറ്റ് പറ്റണമെന്നുകൊണ്ട് യാത്ര ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ മരണഭയം മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് കൂടെയുണ്ട്. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതുപോലെ ഭീകരവാദികളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഭയവുമില്ലാതെ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് ഈ ഭീഷണികളും അതുപോലെ തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു ഭയമില്ലാത്തത്. തീർച്ചയായും. കാരണം ഒന്ന്, നമ്മൾ പൊതുരംഗത്ത് ഇറങ്ങുമ്പോൾ നേരത്തെ ആ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മളെ സ്നേഹിക്കുന്നവരുമുണ്ട്, നമ്മളെ എതിർക്കുന്നവരുമുണ്ട്. അപ്പോൾ എതിർക്കുന്നവരെ മുന്നിലേക്ക് ഇരയാക്കി ഇട്ടുകൊടുക്കാതിരിക്കാൻ എവിടെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് ചുറ്റും ഉണ്ടാകും എന്നൊരു ഉറപ്പുണ്ട്. 2026 കേരളത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ BJP പ്രതിപക്ഷത്ത് വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയ ടീമൊക്കെയാണ്, രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിലുള്ള ഒരു ടീമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ടീച്ചറിന് തോന്നുന്നുണ്ടോ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും? കേരളത്തിനൊരു മാറ്റം അനിവാര്യമാണ്, ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാകുമോ എന്ന് നമുക്ക് ഒരു പക്ഷേ പ്രവചിക്കാൻ സാധ്യമല്ല, പക്ഷെ ഉണ്ടാകേണ്ടതാണ്. കേരളത്തിൽ അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞു. കാരണം ഒന്ന്, വികസനത്തിൻ്റെ രംഗത്ത് നമുക്ക് വെറും വായ്ത്താരി മാത്രമേ ഉള്ളൂ. കാരണം അതിന് കാരണം കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്.
ഇടത്തുനിന്നെടുത്ത് വലത്തോട്ടെ, വലത്തുനിന്നെടുത്ത് ഇടത്തോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് നന്നാക്കി എന്നുള്ളതുകൊണ്ട് ആർക്കും വോട്ട് കിട്ടിയെന്ന് വരില്ല, പാലം കെട്ടി എന്നുള്ളതുകൊണ്ട് ആർക്കും വോട്ട് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതുകൊണ്ട് ആർക്കും വോട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വോട്ട് കിട്ടാൻ വേണ്ടി ഇക്കിളിയിടുന്ന എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എടുക്കും. ആ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ഇക്കിളിയിടുന്ന എന്തെങ്കിലും ഒരു വിഷയങ്ങൾ, ഇപ്പോൾ ഇവിടെ നമ്മുടെ LP സ്കൂളിൽ വരെ മയക്കുമരുന്ന് വ്യാപകമായി പ്രചരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഗാന്ധിയെ കൊന്നരെ തെരഞ്ഞു പോവുക ചെയ്യുക. ഗാന്ധിയെ കൊന്ന കേസിന് ഇപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് അന്ന് അന്വേഷിക്കുകയും പ്രതികളെ തൂക്കിക്കൊല്ലുകയും 2 പേരെ തൂക്കിക്കൊല്ലുകയും ബാക്കിയുള്ളവർക്ക് ജീവപര്യന്തം കിട്ടുകയും ചെയ്ത് അവസാനിപ്പിച്ച കേസാണിത്. പക്ഷേ ഇവിടെ ഇപ്പോഴും തമ്മിൽ വലിയ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ കോളിളക്കം സൃഷ്ടിക്കുന്നത് ഗാന്ധിയെ കൊന്നതാരാ. അതിനേക്കാൾ നമ്മുടെ പിഞ്ചു കുട്ടികളെ നശിപ്പിക്കുന്ന കാര്യം ഇത് പിടിച്ചുകൊണ്ട് കാര്യമില്ല, ഇവർക്ക് വോട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഇക്കിളിയിടുന്ന ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ കിടന്ന് ബഹളം കൂട്ടി അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. ഈ അവസ്ഥ മാറാതെ മറ്റേ ഇപ്പോൾ കേരളം വിട്ടാൽ എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ വികസനത്തിൽ രാഷ്ട്രീയമുണ്ട് അവർക്ക്, പക്ഷേ വികസനത്തിൽ രാഷ്ട്രീയമില്ല. പക്ഷെ ഇവിടെ വികസനത്തെ പറ്റി ശ്രദ്ധിക്കേണ്ട ഒരു ജനതയ്ക്ക് അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ ജനങ്ങളുടെയും കുഴപ്പമാണ്. ഇത്തരം കാര്യങ്ങളല്ല അവർ ചിന്തിക്കുക, മറിച്ച് ഇക്കിളിയിടുന്ന വിഷയത്തിൻ്റെ പുറകെ ഇവിടുത്തെ വോട്ട് പോകും. പക്ഷെ അങ്ങനെ കേരളത്തിൽ മാറ്റം വരാൻ വേണ്ടി BJP അധികാരത്തിൽ വരണോ, അല്ലെങ്കിൽ BJPക്കെതിരെ അങ്ങനെ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഹിന്ദുവയ്ക്ക് വേണ്ടി. ഭക്തർക്ക് അനുഗുണമായതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാൻ മനസ്സുള്ളവർ അധികാരത്തിലെത്തണം. കാരണം ഈ ഇക്കിളിയിടുന്ന ചില വിഷയങ്ങൾക്ക് പുറകെ പോകുക, അതുവരെയുള്ളതെല്ലാം മറക്കുകയും അല്ലെങ്കിൽ ഒരു പാരമ്പര്യ അവകാശം പോലെ രാഷ്ട്രീയത്തെ കൈകാര്യമൊക്കെ ചെയ്ത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് വരുന്നത്. ഗതികേടാണെന്നാണ് ഞാൻ പറയുന്നത്, ഇതൊരു ഗതികേടാണ്. കാരണം മറ്റൊരു സമൂഹത്തിന് നേരെയായിരുന്നുവെങ്കിൽ അവരിങ്ങനെ വോട്ട് ചെയ്യില്ല. നമുക്ക് ചിലപ്പോൾ ഇതെന്താ കുട്ടിക്കളിയാണോ തോന്നിപ്പോകും. കാരണം നിസ്കാരത്തിന് മുമ്പ് വുളു എടുക്കുമ്പോൾ കൈ ആദ്യം കഴുകണോ, ചെവി ആദ്യം, ഇങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ് അവർ വിതർക്കങ്ങൾ നടത്തുക. അത് അഡ്രസ്സ് ചെയ്യാൻ ചിലർക്ക് ഭയമാണ്. കാരണം അതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ വിഷകലയാവുന്നത്. സംഘപരിവാറിൽപ്പെട്ടൊരു സംഘടന എന്ന നിലയിൽ സംഘം പറയുന്നത് എന്തും നമ്മൾ അനുസരിക്കും.